ശിക്ഷാവിധിയിൽ തൃപ്തരല്ല എന്നാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെ പ്രതികരണം. ആദ്യ 8 പ്രതികൾക്കും വധശിക്ഷയാണ് ആഗ്രഹിച്ചത്. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള ശിക്ഷ കുറഞ്ഞുപോയി. കോൺഗ്രസുമായി ആലോചിച്ച് അപ്പീൽ നൽകുമെന്നും കുടുംബം പ്രതികരിച്ചു. ഒന്നും പറയാനും കഴിയുന്നില്ല. സന്തോഷവും സങ്കടവും 6 വർഷമായി കാത്തു നിൽക്കുന്നു. ഞങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട് തൃപ്തരാണോ വെച്ചാല് അതെ. 14 പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണ്ടായത്. അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവബന്ധനം വന്ന് ഇരട്ട ജീവബന്ധനം കിട്ടിയെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്, 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവബന്ധനം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ അത് കിട്ടിയില്ല. എല്ലാവരും പ്രാർത്ഥനയുടെ ഫലമാണ്. ഞങ്ങളുടെ ആങ്ങളമാർക്ക് നീതി ലഭിച്ചു. 6 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്നുണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു പരിധിവരെ തൃപ്തരാണ്. എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ 10 പേരെ വെറുതെ വിട്ട് 10 പേരെ ഈ കുറ്റത്തിൽ പങ്കാളികളായ 10 പേർ പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു. അവർക്ക് ഇനി എന്തും ചെയ്യാം. അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. CK സീതനായാലും അതുപോലെ സർക്കാരും. അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കലിലാക്കും വരെ പൊരുതും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിൽ തൃപ്തരല്ലെന്നാണ് കുടുംബം പറയുന്നത്. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണോ ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ തീരുമാനം? അത് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണോ അവർ പറഞ്ഞത്? പൂർണ്ണമായും തൃപ്തരല്ല എന്നല്ല ദിവ്യ പറഞ്ഞത്. അവരുടെ മാതാപിതാക്കളുമായും ഒപ്പം നേതാക്കളുമായും ഒക്കെ സംസാരിക്കുമ്പോഴും അവർ വിധിയിൽ തൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാഗികമായി അവർ തൃപ്തരാണ് എന്ന തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. അതായത് എന്നാൽ എല്ലാവർക്കും വധശിക്ഷ ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് തൃപ്തികരമായ ഒരു വിധി എന്ന നിലയ്ക്ക് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാവുന്നത്. പിന്നെ അവർ പറഞ്ഞത് ഈ അവസാനത്തെ 4 പേർ, അതായത് KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, ഭാസ്കരൻ, രാഘവൻ, ഈ 4 പേർക്ക് 5 വർഷം വീതമാണ് തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. അതിനെതിരെ വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം, നിയമവിദഗ്ധരുമായി ആലോചിച്ച് അവർക്ക് 12 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കേണ്ടതാണ്. മാത്രമല്ല അവർക്കെതിരെ ഉണ്ടായിരുന്ന ഗൂഢാലോചന കുറ്റം കോടതി എടുത്തു കളയുകയും ചെയ്തിരുന്നു. അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിയമപരമായി എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പരിശോധിക്കും. അങ്ങനെ നിയമപരമായി മുന്നോട്ട് നീങ്ങും എന്നാണ് അവർ പറയുന്നത്. അതിനൊപ്പം പറയേണ്ട കാര്യം, നേരത്തെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയച്ചിട്ടുള്ള 10 പേർ, അവരെ വിട്ടയച്ച നടപടിക്കെതിരെ അപ്പീൽ പോകുമെന്ന് നേരത്തെ തന്നെ കുടുംബവും പാർട്ടിയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു പരിധിവരെ ആശ്വാസകരമായ വിധി എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് എല്ലാവരും പൊതുവെയുള്ളൊരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇനിയും വരും ദിവസങ്ങളിലും നിയമയുദ്ധങ്ങൾക്ക് വഴിവെക്കാനാണ് സാധ്യത എന്നാണ് ഈ ഇരുപക്ഷത്തിൻ്റെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് CPM-ഉം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം പാർട്ടി നിയമവിദഗ്ധരുമായി ആലോചിച്ച് കൂടുതൽ ഇവരെ ശിക്ഷിച്ചതിനെതിരെ നിയമ നടപടികൾക്ക് മേൽക്കോടതിയിലേക്ക് പോകുമെന്നാണ് CPM നേതൃത്വവും അറിയിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 6 വർഷക്കാലം നീണ്ടുനിന്ന നിയമ നടപടികൾക്കൊടുവിൽ ഇപ്പോൾ കേസിൻ്റെ ശിക്ഷാവിധി വന്നിരിക്കുന്നു. പക്ഷെ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് കൂടുതൽ നിയമ യുദ്ധങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ ഈ കേസ് പോകുമെന്നാണ് പറയാൻ കഴിയുന്നത്. ഒപ്പം CPM-നെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിധിയാണിത്. അതുകൊണ്ട് തന്നെ CPM-ഉം വലിയ ശക്തമായി തന്നെ നിയമ യുദ്ധങ്ങളുമായി, നിയമ നടപടികളുമായി മുന്നോട്ട്